الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. ഇരുട്ടിന്റെ പേമാരി പെയ്തിറങ്ങുന്ന സായം സന്ധിയിൽ പ്രവാചകനുരാഗത്തിന്റെ ദാഹം തീർക്കാൻ ഒരുമിച്ച് കൂടിയ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തൂതപ്പുഴയുടെ ഓളങ്ങൾ കൊണ്ട് അങ്ങ് മരുഭൂമിയിലെ മദീനയിലെ ഹൃദയഭാഗത്തേക്ക് ഒരു പ്രണയ നദി ഒഴുകുകയാണ്. ഞാൻ മദീന അതൊരു നാടിന്റെ പേരല്ല, അതൊരു വികാരത്തിന്റെ കേന്ദ്രബിന്ദുവാണ്. മഞ്ഞുമൂടിയ പൊൻപുലരിയുടെ ചിരിയിൽ സൗരഭ്യം പരത്തിക്കൊണ്ടിരിക്കുന്ന കശ്മീരിയൻ ആപ്പിൾ തോട്ടങ്ങൾ, അതോടൊപ്പം യമുനയിലെ തീരങ്ങളിൽ വെള്ളി നക്ഷത്രം പോലെ പ്രൗജ്വലിച്ചു നിൽക്കുന്ന സുന്ദര ഗേഹം താജ്മഹൽ, ഇവക്കുള്ള സൗന്ദര്യമായ ഭൗതികമായ സൗന്ദര്യമൊന്നും മദീനക്കില്ല. എങ്കിലും ലോകത്ത് മുഴുവൻ സൗന്ദര്യം പ്രസരിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഗേഹം അന്തിയുറങ്ങുന്നത് ആ പച്ചക്കുബ്ബയുടെ താഴെയാണ്. എന്ത് രസമാണ് നീ എൻ മദീന, എന്റെ നബി നിന്റെ ഉള്ളിൽ മദീന. എന്ത് രസമാണ് നീ എൻ മദീന, എന്റെ നബി നിന്റെ ഉള്ളിൽ മദീന. മാരിവില്ലിന്റെ അഴകെന്ത് സീന, മാരിവില്ലിന്റെ അഴകെന്ത് സീന. വാരി തന്നു അതെന്റെ മദീന, വാരി തന്നു അതെന്റെ മദീന. മക്കയിലെ ജനനം മുതൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അനുഭവിച്ച കഥനങ്ങളുടെ കനൽപദങ്ങൾ തേടിപ്പോയാൽ അങ്ങ് കുഞ്ഞിളം പ്രായത്തിൽ ആമിന ബീവിയുടെ വയറ്റിൽ കിടന്നുറങ്ങുമ്പോ തന്റെ പിതാവ് അബ്ദുല്ലയെ അന്വേഷിച്ച പിതൃവൻ അബ്ദുൽ മുത്തലിബിനോട് പിതൃസഹോദരൻ ആരിത പറയുന്നുണ്ട്, പാപ്പാ അബ്ദുള്ള പോയിട്ടുണ്ടേ, മുഹമ്മദിനെ നോക്കാൻ ഇനി ആരാണ്, മുഹമ്മദിന് വിദ്യാഭ്യാസം നൽകാൻ ഇനി ആരാണ്. ഭൂതകാലം പൂക്ക മുമ്പേ ബാപ്പയും പിരിഞ്ഞോ, ബാലനായി വരുന്ന കാലം ബാപ്പ ജീവിപ്പില്ല. ആരും ഓമനിച്ചില്ലെങ്കിലും വളർന്നോ, ആടലൊന്നിൽ ആടുമേച്ച പൊന്നുമോൻ വീണന്നു. ഓമന മുഹമ്മദീനെ ഓത്തിനായച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. പ്രിയമുള്ളവരെ, ഇതൊരു പ്രയാസത്തിന്റെ തുടക്കം മാത്രമാണ്. ഒരുപാട് പ്രയാസങ്ങളുടെ കടമ്പകൾ ചാടിക്കടന്നിട്ടുണ്ട് മുത്തു റസൂൽ തിരുവേനി സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ കഅബയുടെ സമീപത്ത് സുജൂദിൽ കിടക്കുമ്പോഴാ അബൂജഹലും കൂട്ടരും കടന്നു വന്നിട്ട് ഒട്ടകത്തിന്റെ കുടൽമാലകൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ തിരുവേദിയിൽ ഇടുന്നത്. അപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നത് കണ്ട് 6 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിളം പ്രായത്തിന്റെ പക്വതയുമായി കടന്നു വരുന്ന ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു തആല അൻഹു പാപ്പച്ചി എന്ന് വിളിച്ച് കടന്നു വരുന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മേലിയിൽ കടന്ന ആ കുടൽമാലകൾ മുഴുവൻ തന്റെ കൈ കൊണ്ട് എടുത്തു മാറ്റിയിട്ട് ശത്രുക്കളോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ എന്റെ വാപ്പയോട് ഈ ചതി ചെയ്തതെന്തിനാ എന്ന് ചോദിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ മകളെ സമാശ്വാസിപ്പിക്കുന്നത്, ലാ കർബലി അബീകി ഫിൽ ആഖിറ, ഫാത്തിമ നിന്റെ ഉപ്പാക്ക് ദുനിയാവിൽ മാത്രമേ പ്രയാസമുള്ളൂ മോളെ, ആഖിറത്തിൽ വാപ്പാക്ക് പ്രയാസമില്ല, അതുകൊണ്ട് സമാധാനിക്കും മോളെ എന്ന് പറഞ്ഞിട്ട് ഉമ്മു അബീഗ സത്തായ ദീനിന്റെ പാതയിൽ ഫാത്തിമ മാതൃക പൂവായി തിളങ്ങിയ രാജാതി മഹദികൾ കാകയും മാതൃകയാണവൾ ഫാത്തിമ സഹ്റാ, ഫാത്തിമ സഹ്റാ. അഷ്റഫുൽ അംബിയ രാജാവിൻ പൂമകൾ ഫാത്തിമ സഹ്റാ, ഇമ്പപ്പൂവഴകായ മക്ക മരുഭൂമിയിൽ ഉദിച്ചൊരു ഖമറാണ് ഫാത്തിമ തൊളിവാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വിയോഗ വാർത്ത താങ്ങാനാവാതെ മദീന വിട്ട് എത്യോപ്യയിലേക്ക് കടന്നു ചെല്ലുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു, ബിലാലേ എന്തുകൊണ്ടാണ് എന്റെ മദീനയെ നീ മറന്നുപോയത്? എന്നെ നിനക്ക് ഓർമ്മയില്ലേ? എന്നെ സന്ദർശിക്കുന്നില്ലേ ബിലാൽ എന്ന പ്രവാചകന്റെ ചോദ്യം കേട്ട് സിറിയയിൽ നിന്ന് നടന്ന് മദീനയിലേക്ക് വന്നപ്പോ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു മദീനക്കാരുടെ നിരന്തരമായ ആവശ്യപ്രകാരം മദീന പള്ളിയിൽ ബാങ്ക് വിളിക്കുകയാണ്. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ബാങ്കുവിളി നാദങ്ങൾ മദീനയുടെ പ്രദേശങ്ങൾ മുഴുവൻ പ്രസരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആളുകൾ മുഴുവനും കരുതിപ്പോയി, തിരിഞ്ഞു വന്നിരിക്കുന്നു, അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ ലോകത്തേക്ക് വിജാതനായിരിക്കുന്നു വീണ്ടും എന്ന്. പുണ്യ ഇസ്മിൽ തേങ്ങിടലായി കാലങ്ങളോളം കഴിഞ്ഞ ധ്വനി, ഹുസ്നാൽ ബിലാലും കരഞ്ഞു പോയി, ഹുസ്നാൽ ബിലാലും കരഞ്ഞു പോയി. ആ ബാങ്കുലിനാദം നൊമ്പരമായി ആ പുണ്യ ഇസ്മിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന് അല്ലാഹുവിന്റെ പ്രവാചകനെ കൊടുത്ത് ആ ബാങ്ക് മുഴുവനാക്കാൻ കഴിയാതെ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന നാമം ഉച്ചരിക്കുമ്പോഴേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം കൽബിനകത്ത് കയറിക്കൊണ്ട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു ബോധരഹിതനായി വീഴുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിലും പ്രവാചകനെ സ്നേഹിക്കാതിരുന്നാലല്ലേ അത്ഭുതം. കാരണം അത്രമേൽ നന്മ ചൊരിഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിനോട് അത്രമേൽ ഒരു സ്നേഹം കാണിച്ച മറ്റൊരു നേതാവ് എവിടെയാണുള്ളത്? മഹാനായ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകന്റെ റൂഹ് പിടിക്കുന്ന സമയത്താണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു പോയത്, അസ്റായീൽ ഒന്ന് പതുക്കെ പിടിക്ക് അസ്റായീൽ, എനിക്ക് വേദനിക്കുന്നു അസ്റായീൽ. നബിയേ, ഇതിലേറെ മൃദുലമായി മയ്യത്തിന്റെ റൂഹ് പിടിക്കാൻ എനിക്ക് സാധിക്കില്ല നബിയേ
എന്ന് പറഞ്ഞ സമയത്ത് പ്രവാചകൻ ഉമ്മത്തി ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താകുമെന്ന് ഭയന്ന് വിതുമ്പിക്കരയുകയാണ്. ഉമ്മത്തിനെ ഓർത്ത് വിതുമ്പിയൻ വഫാത്തിൻ സമയത്ത് ഉമ്മത്തിനെ ഓർത്ത് വിതുമ്പിയൻ പ്രിയപ്പെട്ടവരെ, സഹാബ കിറാമിന്റെ പോലെ നഗ്നനേത്രങ്ങളെ കൊണ്ട് നമുക്ക് കാണാൻ സാധിച്ചില്ലെങ്കിലും കൽബ് കൊണ്ടൊന്ന് പ്രവാചകനെ ഒന്ന് കാണണം. അവിടേക്ക് മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹു കണ്ടതുപോലെ, വൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു കണ്ടതുപോലെ കൽബ് കൊണ്ടൊന്ന് കണ്ണിറയെ കാണണം. അങ്ങനെയാവണം മുത്തു റസൂലുള്ളാഹിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങയെ കാണാ കണ്ണെന്തിനാ, അങ്ങയെ കേൾക്കാ കാതെന്തിനാ, അങ്ങയെ കാണാ കണ്ണെന്തിനാ, അങ്ങയെ കേൾക്കാ കാതെന്തിനാ, അങ്ങയെ ചൊല്ലാ നാവെന്തിനാ, അങ്ങയെ വാഴ്ത്താ ചുണ്ടെന്തിനാ, അങ്ങയെ കാണാ കണ്ണെന്തിനാ, അങ്ങയെ കേൾക്കാ കാതെന്തിനാ. യാ സയ്യിദി ഇർഹം ലനാ, യാ സയ്യിദി ഇർഹം ലനാ. ഞാൻ മദീനയിലേക്ക് പോവുകയാണ്, മുത്തു റസൂലുള്ളാഹിന്റെ റൗളാ ശരീഫ് കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന എത്രയോ ആളുകളെ നാം കണ്ടിട്ടില്ലേ? അപ്പോൾ ഇന്ന് മദീനയിലേക്ക് പോകാൻ കൊതിച്ചിട്ടില്ലേ? റബ്ബി വർസുഖ്നാ സിയാറതഹു ഖബ്ല ഖബ്ലി റൂഹി വൽ ഖറദി. الحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.